ഈ റൈഡർ അവളുടെ സൈക്കിളിന് പുറകിലായി ഒരു വാൽ വെച്ച് കൊണ്ടുവരുന്നു. അതിനുശേഷം അവളുടെ സൈക്കിളിലുള്ള പെയിന്റ് ടിന്നിൽ ഹോൾ ഇടുന്നു. കാരണം ആ പെയിന്റ് തറയിൽ വീഴുന്നത് വെച്ച് വേണം അവൾ പോകുന്ന വഴി കണ്ടുപിടിക്കാൻ. ഹോൺ അടിച്ചതും ലാറ തന്നെ സൈക്കിളിൽ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. നോക്കുമ്പോൾ അടുത്ത 5 സെക്കൻഡിൽ തന്നെ ബാക്കിയുള്ളവർ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ആക്ച്വലി ഈ ഗെയിമിൽ ലാറ ഫോക്സിന്റെ റോളാണ് കളിക്കുന്നത്. ആ ടിന്നിലെ പെയിന്റ് മുഴുവൻ കഴിയുന്നതിനുള്ളിൽ ആരും അവളെ പിടിച്ചില്ലെങ്കിൽ അവൾക്ക് $10,000 പ്രൈസ് മണി കിട്ടും. അതേസമയം അവളെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും സൈക്കിളിലെ ആ വാലിൽ പിടിച്ചാൽ പ്രൈസ് മണി അവർക്ക് കിട്ടും. പക്ഷെ ലാറയെ പിടിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം കുഞ്ഞിലെ മുതൽ അവൾ വളരെയധികം ഫാസ്റ്റ് ആണ്. അവൾ വളരെ ഈസിയായി അവരെ പറ്റിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്കിൽ ചാടിക്കയറുന്നു. അതേസമയം മറ്റു റൈഡേഴ്സ് പെയിന്റിനെ ഫോളോ ചെയ്ത് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അത് കാണാതാവുന്നു. ദേഷ്യം വന്നവർ അവളെ അന്വേഷിച്ച് പല ഭാഗത്തേക്ക് പോകുന്നു. അവർ പോയതും ലാറ കാഷ്വലായി ആ ട്രക്കിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. എന്നാലും അവൾ കുറച്ചു മുന്നോട്ട് പോയതും റൈഡേഴ്സിൽ ഒരാൾ അവളെ കാണുന്നു. അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനായി ലാറ വേഗം സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്നു. അതേസമയം ആ റൈഡർ ഏകദേശം അവളുടെ വാലിൽ പിടിക്കാവുന്നത്ര ദൂരത്തിലെത്തുന്നു. അപ്പോൾ ലാറ പെട്ടെന്ന് ഒരു വളവിലേക്ക് തിരിഞ്ഞതും അത് പ്രതീക്ഷിക്കാതെ വന്ന റൈഡർ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിടിച്ച് വീഴുന്നു. അതിനുശേഷം ആരും പുറകിൽ വരുന്നില്ലെന്ന ധൈര്യത്തിൽ ലാറ കൂളായി പോകുന്നു. അപ്പോൾ റോഡിന്റെ സൈഡിലേക്ക് നോക്കിയവൾ യാദൃശികമായി ഒരാളെ കണ്ട് ഷോക്കാവുന്നു. കാരണം പുറകിൽ നിന്ന് അയാളെ കാണുമ്പോൾ അവളുടെ അച്ഛനെ പോലെയുണ്ട്. പക്ഷെ അവളുടെ അച്ഛൻ അവൾ കുഞ്ഞായിരുന്നപ്പോൾ കാണാതായതാണ്. അയാളെ ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് അത് അച്ഛനല്ലെന്ന് മനസ്സിലാവുന്നത്. അതേസമയം അയാളെ നോക്കി വന്നതുകൊണ്ട് മുന്നിലുണ്ടായിരുന്ന കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് അവൾ കണ്ടതേയില്ല. ഭാഗ്യത്തിന് ലാസ്റ്റ് സെക്കൻഡിൽ ഡോറിലിടിക്കാതെ അവൾ എങ്ങനെയോ മാനേജ് ചെയ്യുന്നു. പക്ഷെ അയാളോട് സോറി പറയാനായി തിരിഞ്ഞതും മുന്നിലൂടെ വന്ന പോലീസ് കാറിൽ ഇടിക്കുന്നു. അവസാനം പ്രൈസ് മണി നഷ്ടമായത് മാത്രമല്ലാതെ അവൾ പോലീസിന്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്യുന്നു.